നമ്മുടെ വണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. നിലവിൽ അതിൻ്റെ ഓയിൽ തീർന്നാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഓയിൽ തീർന്ന് വണ്ടി ഓടിയിട്ട് പറ്റിയാണെന്ന് വെച്ചാൽ പിസ്റ്റൺ ശരിക്കും നല്ല രീതിയിൽ സിലിണ്ടറിൽ പിടിച്ചു. ഇത് ഉരുകി പിടിച്ചാണ് പാടാണ് ഈ കാണുന്നത് കേട്ടോ. അലുമിനിയം പിസ്റ്റണാണ്. സിലിണ്ടറിൻ്റെ ബോറിൽ നല്ല രീതിയിൽ പിടിച്ചേക്കാണ്. അടിഭാഗത്ത് കാണുന്ന സ്ക്രാച്ചസ് മൊത്തം അത് അലുമിനിയം ഉരുകി പിടിച്ചാണ് വാങ്ങുന്നത്. നമ്മളത് ഒരിക്കൽ ഇതേപോലെ ബോറിങ് ചെയ്തേക്കണതാണ്. അതിൻ്റെ ബോറിങ് മാർക്കാണ് ഈ കിടക്കുന്നത് 2.5. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത് ഇനി നമുക്കൊരു ബോറിങ് പ്രോബ്ലമാണ്. കാരണം എന്താ വെച്ചാൽ സെക്കൻഡ് ബോറിങ് കിട്ടാൻ സാധ്യതയില്ല, തേർഡ് ബോറിലേക്ക് പോകും. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 100% ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമുക്കപ്പോൾ സിലിണ്ടർ എന്തെങ്കിലും മാറ്റി കളയേണ്ടി വരും കേട്ടോ. അതേപോലെ തന്നെ വാൽവ് നമ്മളൊന്ന് കൊടുത്ത് സീറ്റ് ചെയ്തെടുക്കണം. അത്യാവശ്യം പെരീഡേതായിട്ടുള്ള സീറ്റിങ്ങും പ്രോബ്ലം, ചെറിയൊരു ലീക്കേജൊക്കെ സൈഡിലുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതാണ്. ഓയിലില്ലാണ്ട് ഓടിയിട്ട് വന്നപ്പോൾ പറഞ്ഞാൽ ഇത് ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് പിടിച്ചാണ് ഈ കാണുന്നത്. ആ പാട് കണ്ട. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കേട്ടോ. ഈ സൈഡിലൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കാണുന്ന പോലെ ക്യാം ഷാഫ്റ്റ് ഓയിലില്ലാണ്ട് വരുമ്പോൾ മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് വരുമ്പോഴത്തേക്ക് തേയ്മാനം കൂടും. അതിൻ്റെ ഉള്ളിലെ ലൂബ്രിക്കേഷൻ മഞ്ഞില്ലല്ലോ. അപ്പോൾ അത് ഈ റോക്കറാം സെറ്റിന് വന്നിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ. നിലവിൽ നമുക്ക് സിലിണ്ടർ മാറ്റാം, വാൽവ് ലൈറ്റി കൊടുത്തിട്ട് റെഡിയാക്കാം. ക്യാം ഷാഫ്റ്റും റോക്കറാമൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കേട്ടാം. പിന്നെ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ കാർബറേറ്ററും എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട്, എഞ്ചിന് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ചെറിയൊരു ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കവറുമ്പോൾ കണ്ടാവും ഓയിൽ ഫുള്ളായിട്ട് വന്നതാണ്. അപ്പോൾ അതതിൻ്റെ സീല് കാര്യങ്ങളൊക്കെ മാറ്റി ഓറിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി ഇടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യും. ഓക്കെ.